നോർമൽ കേസിൽ സിംഗിൾ പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഒന്നുകിൽ ഒരു പാർട്ട്ണറെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സെപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ നോർമലി ഈ ഒരു കണ്ടീഷനിലേക്ക് സിംഗിൾ പാരൻറ്റിങ് എന്നുള്ളത് സ്റ്റാർട്ടിങ് തന്നെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു അവസ്ഥയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആകണം എന്നൊരു സംഗതി ഉണ്ടാകും. ഞാനൊരു പെർഫെക്റ്റ് പാരൻ്റ് ആകണം. അപ്പം നമ്മൾ അവനവനെ തന്നെ അങ്ങ് മറന്നിട്ട് സാക്രിഫൈസ് എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു വാശിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പാരൻറ്റിങ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും ഒരു കുഞ്ഞിന് ഒരു പെർഫെക്റ്റ് പാരൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞിന് വേണ്ടതൊരു ഹാപ്പി പാരൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സിംഗിൾ പാരൻറ്റ് സ്വയം പ്രയോറിറ്റൈസ് ചെയ്യാം എന്നുള്ള കാര്യം, സെൽഫ് കെയറും സെൽഫ് ലവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരിക്കുക. അത് ശരിക്കും പ്ലാൻ ചെയ്യുകയും അത് ഫിനാൻസിന് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ഫോർകാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. നമുക്ക് അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് സംസാരിക്കാനും നമുക്ക് വെൻ്റ് ഔട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം നോക്കണമെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു സംഗതി സ്ട്രെസ്സ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.